മാഡം പറഞ്ഞ പോലെ അവനെ പൊക്കിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട. രാത്രി മുഴുവൻ വാഗമണക്കെന്ന് ചുറ്റി കാണിക്കും. ഓക്കെ. നേരം വെളുക്കുമ്പോഴേക്കും റിസോർട്ടിന്റെ മുന്നിൽ ഇറക്കിയിട്ട് പൊയ്ക്കും. ഓക്കെ ഓക്കെ. അവനോടെ അധികം സംസാരിക്കാനൊന്നും നിൽക്കണ്ട. ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. തന്റെ ഹണിമൂണാണ്, വിടണമെന്നൊക്കെ പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യും. അതൊന്നും മൈൻഡ് ചെയ്യണ്ട. കൂടുതൽ ചെല്ലാന്ന് തോന്നിക്കില്ലേ, നൈസായിട്ട് മുറിവേൽപ്പിക്കാതെ 2 കൊടുത്തു. ഓക്കെ. ആ, കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തേക്ക്. അതും കൂടെ ചേർത്ത് ഞാൻ പേയ്മെന്റ് അയക്കാം. ഓക്കെ. എടി ചാരു, ഞങ്ങളുടെ മധുവിധം നടത്തുന്നുള്ള വാശിയായിരുന്നില്ലേ നിനക്ക്? 3-ാം രാത്രിയും അരവിന്ദനെ ഞാൻ ഒഴിവാക്കി. അതെ, ആരാ നിങ്ങളൊക്കെ? എന്നെ എന്തിനാ കിഡ്നാപ്പ് ചെയ്തത്? എന്റെ ഭാര്യ ആരാണെന്നറിയോ? ചീഫ് എഞ്ചിനീയറാ. ആ കാരണം കൊണ്ട് എന്നെ തട്ടിക്കൊണ്ട് വന്ന് കാശ് ചോദിക്കാനാണ് നിങ്ങളുടെ പ്ലാൻ. എന്റെ ഭാര്യ സ്ട്രോങ്ങാ. നിങ്ങളുടെ ബീച്ച് ഒന്നും മേഡത്തിനടുത്ത് നടക്കൂല. ഒറ്റ ഫോൺ കോൾ കമ്മീഷണർക്ക്, അത് മതി പോലീസുകാർക്ക് നിങ്ങളെ പൊക്കാൻ. ആവശ്യമില്ലാത്ത പ്രശ്നത്തിലൊന്നും പോയി ചാടല്ലേ. ആ, എന്റെ ഉപദേശമാണെന്ന് കൂട്ടിക്കോ. വർക്കൗട്ടായെന്ന് തോന്നുന്നു. പേടിച്ചിട്ടുണ്ട്. ചിലപ്പോ എന്നെ ഇറക്കി വിടും. അതെ, ഞാൻ കോമഡി വല്ലതും പറഞ്ഞ ഇങ്ങനെ ചിരിക്കാനായിട്ട്? ചിരിച്ചോ ചിരിച്ചോ. എനിക്കൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യ നിങ്ങളെ വെറുതെ വിടില്ല. 4 ചാപ്റ്റർ ക്ലോസ് ചെയ്യും. ഈ ചിരിയൊക്കെ മാറി കുറച്ചു കഴിയുമ്പോ കരയും. നമ്മുടെ മോക്കൊന്നും സംഭവിക്കില്ല. ദൈവം നമ്മളെ ഒന്ന് പരീക്ഷിച്ച. നിങ്ങളൊന്ന് പുറത്തോട്ട് നിൽക്കുവോ? വാ. എന്തായി? അറിയില്ല. ജിത്തു, ജിത്തു, മോള് പറയാറായിട്ടില്ല. ബ്രീത്തിങ്ങിന് നല്ല പ്രശ്നമുണ്ട്. ഓക്സിജൻ വേഗം കൊടുക്കും. ഓക്കെ. ജിത്തു,
യു ബാബുക്കുട്ടൻ. ഞാൻ പറഞ്ഞതുപോലെ കൃത്യസമയത്ത് നിന്റെ ആളുകൾ വന്ന് ചെയ്യേണ്ടത് ചെയ്തു. ഇതൊക്കെ എന്റെ ജോലിയുടെ ഒരു ഭാഗമല്ല വേണം. പേയ്മെന്റ് ഞാൻ അയക്കാം. അയ്യോ വേണ്ട വേണ്ട, മാഷിന്റെ കയ്യിൽ നിന്ന് അടിച്ചെടുത്ത 5 ലക്ഷം എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇതെന്റെ വക ഒരു ഫ്രീ സർവീസ്. ഓക്കെ, ഞാൻ വിളിക്കാം. ഓക്കെ. ഹലോ, എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? അറിഞ്ഞിട്ടിപ്പോ എന്തിനാ? പേടി കുറച്ച് കുറയും. മൂത്രമൊഴിക്കാൻ ഇറങ്ങിയപ്പോ കത്തി കാണിച്ചെന്നെ ബാക്കിലിരുത്തി. ഇനി ഇതിപ്പോ എങ്ങോട്ടാ?